ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹലോ വേൾഡ് ചാനൽ. ഇന്നത്തെ ദിവസവും നമുക്ക് ഒരുമിച്ച് വീണ്ടും കാണാനുള്ള ഒരു അവസരം കിട്ടിയതിനായിട്ട് നന്ദി പറയുകയാണ്. ഇന്ന് നമ്മൾ കേട്ട വാർത്തകളും കണ്ട വാർത്തകളും ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് താങ്ങാൻ പറ്റുന്നതല്ല. അതിനൊക്കെ ഉപരിയായി നമുക്ക് മാനസികമായിട്ട് വിഷമം തരുന്ന ന്യൂസുകളെല്ലാം കേട്ടത്. എന്നാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ഉറപ്പിക്കണം, ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇതൊക്കെ എന്താ നമ്മുടെ ഈ കേരളത്തിൽ അനുദിനം പെരുകിക്കൊണ്ടിരിക്കുന്നത്? കൊലപാതകങ്ങൾ പെരുകുന്നത്, കുടുംബത്തിൽ ഈ അന്തഛിദ്രം ഉണ്ടാകുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മളൊന്ന് ചിന്തിക്കണം. നമ്മളുടെ ജീവിതത്തെ പുറകോട്ടൊന്ന് റീവൈൻഡ് ചെയ്ത് നമ്മൾ നോക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ ശരിയായ രീതിയിലാണോ മുൻപോട്ട് പോകുന്നത് എന്നതിനെക്കുറിച്ച് ഒന്നുകൂടെ നമുക്ക് ചിന്തിക്കണം. കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളുടെ സമ്പത്തിനെക്കുറിച്ചും നമ്മുടെ ജീവിത നിലവാരത്തിനെക്കുറിച്ചും ശരിക്കും അറിഞ്ഞിരിക്കണം. അതെന്തുകൊണ്ടെന്നാൽ ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയും മറ്റു കാര്യങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ മറച്ചു വെക്കുമ്പോൾ അവർക്ക് നമ്മളെപ്പറ്റി ഒരു തെറ്റിദ്ധാരണ ഉണ്ടായി അങ്ങനെ മറ്റു വഴികളിലേക്ക് കുഞ്ഞുങ്ങൾ പോകാൻ ഇടയാകും. ഞാനൊരു ഉദാഹരണം നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ്. എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹം ജീവിച്ചു വന്നത് വളരെ കഷ്ടപ്പെട്ട നിലയിൽ നിന്നായിരുന്നു. വളരെ കഷ്ടപ്പെട്ടാണ് ജീവിച്ചു തന്നെ ഓരോ ദിവസവും മുന്നോട്ട് നീക്കിയത്. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ, വിദ്യാഭ്യാസത്തിന് വകയില്ലാതെ കഷ്ടപ്പെട്ട് അങ്ങനെ 10ാം ക്ലാസ് വരെ പഠിച്ച് അതിനുശേഷം ഒരു കടയിൽ നിന്ന് ചെറിയ രീതിയിൽ കടകളിലെ കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം ഒരു ബിസിനസ് ഇട്ടു. അങ്ങനെ ആ ബിസിനസ് ഉന്നത നിലയിലേക്ക് എത്തിച്ചേർന്നു. അങ്ങനെ സാമ്പത്തികം അദ്ദേഹത്തിനുണ്ടായി. എന്നാൽ അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങൾ വളർന്നു വന്നപ്പോൾ ചെറുപ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങളെ പറ്റി അദ്ദേഹത്തിന് ഭയങ്കര കാഴ്ചപ്പാടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് ഒരു കാഴ്ചപ്പാട് തെറ്റിപ്പോയി. താൻ അനുഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ആഹാരമില്ലായ്മയും കിടക്കാൻ സ്ഥലമില്ലാതിരുന്ന ഒന്നും ആ കുഞ്ഞുങ്ങൾ അറിയരുത് എന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. അതിന് അദ്ദേഹം ചെയ്തത് എന്താണെന്നറിയാം? ഒരു ചെറിയ ഒരു അസുഖം വന്നാൽ പോലും ഉടനെ ആ കുഞ്ഞിനെ എടുത്തൊരു മെഡിക്കൽ കോളേജിൽ പോകും. തൻ്റെ വീടിനടുത്ത് ചെറിയ ചെറിയ ഹോസ്പിറ്റലുകളുണ്ട്. എങ്കിൽ കൂടെ അവിടെ ഒന്നും കാണിക്കാതെ കാറ് പിടിച്ച് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകും. ഒരു പ്രാവശ്യം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ ഇങ്ങനെ ചെയ്യുന്നത്? നിങ്ങളുടെ തൊട്ടടുത്തൊരു ആശുപത്രി ഉണ്ടല്ലോ, ഒരു പനി എൻ്റെ കുഞ്ഞിന് വന്നുള്ളൂ. അപ്പോൾ പറഞ്ഞു, ഒരാശുപത്രിയിലും പോലും പോകാൻ കഴിയാതെ എന്നെ വീട്ടിൽ തന്നെ കിടത്തി മരുന്നുകൾ തന്നെ എൻ്റെ അച്ഛനും അമ്മയും ചികിത്സയുണ്ട്. കാരണം അവർക്ക് കഴിവില്ലായിരുന്നു. എനിക്കതുപോലെ അസുഖങ്ങളൊക്കെ വന്നിട്ട് കൂടെ എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്നാൽ എൻ്റെ കുഞ്ഞുങ്ങൾ അങ്ങനെ ആകരുത്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്താഗതി. ഞാൻ അന്നേരം അദ്ദേഹത്തിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് ഒന്നുകൂടെ നമ്മൾ ചിന്തിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അറിയണം. അതുപോലെ തന്നെ ആഹാരത്തിൻ്റെ കാര്യത്തിനായിരുന്നാലും അങ്ങനെ തന്നെയായിരുന്നു. പുറത്തു നിന്നും അവർ പറയുന്ന ആഹാരം അദ്ദേഹം വാങ്ങിച്ചു കൊടുക്കും. വീട്ടിലെ ആഹാരമൊന്നും കഴിക്കാൻ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന് പറയുമ്പോൾ തന്നെ കടയിൽ നിന്നും ആവശ്യത്തിലധികം പൈസ ചിലവാക്കി അവർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ ഒരു കഷ്ടപ്പാടും അറിയാതെ, ഒരു ബുദ്ധിമുട്ടും അറിയാതെ, ഒരു പ്രയാസവും അറിയാതെ, തൻ്റെ പോക്കറ്റിൽ എത്ര രൂപയുണ്ടെന്ന് പോലും ആ കുഞ്ഞുങ്ങളെ അറിയിക്കാതെ, തൻ്റെ സാമ്പത്തിക നില എന്താണെന്ന് പോലും ആ കുഞ്ഞുങ്ങളെ അറിയിക്കാതെ അവരെ വളർത്തി. അതിൻ്റെ പരിണതഫലം ഉണ്ടായത് എന്താണെന്നറിയാമോ? ആ കുഞ്ഞുങ്ങൾ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞില്ല, പ്രയാസങ്ങൾ അറിഞ്ഞില്ല. തങ്ങളുടെ ജീവിതത്തിൽ എന്തായിരുന്നു അച്ഛൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകളെന്ന് ആ കുഞ്ഞുങ്ങൾ അറിഞ്ഞില്ല. അവർ വലുതായി, അവർ വിദ്യാഭ്യാസം ചെയ്തു. എന്നാൽ ആ വിദ്യാഭ്യാസത്തിന് ഇടയിൽ തന്നെ അവർ പലവിധ വഴികളിലേക്ക് തിരിഞ്ഞുപോയി. അവരുടെ ജീവിതം വളരെ കഷ്ടമായിട്ട് തീർന്നു. തൻ്റെ മക്കളെ നിയന്ത്രിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അച്ഛൻ മാറി. കാരണം അവർ മദ്യപാനത്തിലും മയക്കുമരുന്നുകളിലും ഒക്കെ അടിമകളായി
അങ്ങനെ അവരുടെ ജീവിതം നശിച്ചു. അതിലൊരു മകൻ ആത്മഹത്യ ചെയ്യാനിടയായി. ഇന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അതാണ്. ഞാൻ ഇന്ന് രാത്രിയിലും നിങ്ങളോട് ഒരു കാര്യം വളരെ വ്യക്തമായി പറയാം. നമ്മളുടെ സാമ്പത്തിക നില എന്താണെന്നും നമ്മളുടെ പോക്കറ്റിൽ എത്ര രൂപയുണ്ടെന്നും നമ്മളുടെ കുടുംബം അറിഞ്ഞിരിക്കണം. നമ്മൾക്ക് ഇത്രയുള്ള സാമ്പത്തിക സ്ഥിതി, അതുകൊണ്ട് നിങ്ങളുടെ വിദ്യാഭ്യാസം ഇങ്ങനെയൊക്കെ എനിക്ക് നടത്തി തരാൻ പറ്റും, ഞാൻ കഴിവതും ശ്രമിക്കാം. എന്നാൽ നിങ്ങളുടെ വിദ്യാഭ്യാസം നടത്തി തരുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന പ്രയാസം എന്താണെന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ അറിയണം. ആഹാരത്തിന്റെ കാര്യത്തിലായാലും അങ്ങനെ തന്നെ. അപ്പോൾ നമ്മളുടെ ജീവിത സാഹചര്യങ്ങളും ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വളർന്നു വരുന്ന തലമുറ അറിയണം, നമ്മുടെ കുഞ്ഞുങ്ങൾ അറിയണം. എങ്കിൽ മാത്രമേ അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് കഴിയത്തുള്ളൂ. കുഞ്ഞുങ്ങൾക്ക് ആഹാരം വാങ്ങിച്ചു കൊടുത്തുകൊണ്ടായില്ല, അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ടുമായില്ല. ഒരപ്പൻ്റെ അമ്മയുടെയും കടമയെന്ന് പറഞ്ഞാൽ അവരെ നല്ല രീതിയിൽ വളർത്തുക, അവർക്ക് നല്ല പ്രബോധനം കൊടുക്കുക, കഴിയുന്ന രീതിയിൽ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുക. എന്നാൽ ഒരു കാര്യം നിർബന്ധമാണ്, നമ്മളുടെ സാമ്പത്തികമായ അവസ്ഥ അവർ അറിഞ്ഞിരിക്കണം. നമ്മുടെ ജീവിത സാഹചര്യം എന്താണെന്ന് അവർ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. ഇത് ഇന്നത്തെ തലമുറയ്ക്ക് അറിയാൻ കഴിയാത്തത് കൊണ്ടാണ് അവർ ഇന്ന് നമ്മൾ വായിക്കുന്നത് പോലുള്ള വാർത്തകളൊക്കെ നമുക്ക് കേൾക്കാനിടയാകുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒരു കാര്യം ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയാം. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ സ്നേഹിക്കുന്നവരാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു പ്രയാസം വന്നാൽ, ഒരു ബുദ്ധിമുട്ട് വന്നാൽ നമ്മുടെ ഹൃദയം വേദനിക്കും. കാരണം അവർ നമ്മളുടെ ജീവനാണ്, നമ്മുടെ രക്തമാണ്. എന്നാൽ നമ്മൾക്കുള്ള സാമ്പത്തിക സ്ഥിതിയുടെ എല്ലാ വിവരങ്ങളും, അവരുടെ മുന്നോട്ടുള്ള വിദ്യാഭ്യാസത്തിനായാലും മറ്റുള്ള എല്ലാ കാര്യങ്ങളും അവർ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. അത് അവരോട് സംസാരിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് ഉന്നത നിലയിൽ എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ. അവർക്ക് അവരുടെ ജീവിതത്തിനെ പറ്റി ഒരു കാഴ്ചപ്പാടുണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഇന്ന് നമ്മൾ വായിക്കുന്ന പത്രങ്ങളിലും കാണുന്ന മീഡിയകളിലെല്ലാം തന്നെ നമ്മൾക്കറിയാം, കൊലപാതകങ്ങളും മയക്കുമരുന്നിന് അടിമകളായിട്ട് കുട്ടികൾ ചെയ്തു കൂട്ടുന്ന ക്രൂരതകളാണ്. തൻ്റെ സ്വർണ്ണമിടപാട് സ്ഥാപനത്തിൽ വിശ്വസ്തരായി നിന്ന 17ഉം 18ഉം ഒക്കെ വയസ്സുള്ള കുട്ടികൾ അവിടുന്ന് വസ്തുക്കളൊക്കെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന കാണുമ്പോൾ ആ കടയുടമയ്ക്കുണ്ടായിരുന്ന പ്രയാസങ്ങളൊക്കെ നമ്മൾ വായിച്ചതാണ്. ആ കുഞ്ഞുങ്ങളെയൊന്നും അവരങ്ങനെ പോലും കരുതിയിട്ട് പോലുമില്ല. അതുപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ സംഭവങ്ങൾ. ഇതിൻ്റെയൊക്കെ പുറകിൽ എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തുന്ന രീതികൾക്ക് മാറ്റം വരുന്നത് കൊണ്ടാണ്. നമ്മുടെ അച്ഛനമ്മമാർ നമ്മളെ വളർത്തിയത് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അറിയിപ്പിച്ചുകൊണ്ട് തന്നെയാണ്. എത്ര പേർ ആ വീട്ടിലുണ്ടോ അവർക്ക് വേണ്ട ആഹാരം പകുത്ത് അവർക്ക് നൽകി, അങ്ങനെ ആ ബുദ്ധിമുട്ടുകളെല്ലാം അറിഞ്ഞു തന്നെയാണ് നമ്മുടെ തലമുറ വളർന്നത്. അതുകൊണ്ടാണ് പലരും ഉന്നത നിലയിൽ എത്തിച്ചേർന്നത്. എന്നാൽ ഇന്നത്തെ തലമുറ അങ്ങനെയല്ല. അതിനൊരു മാറ്റം വരണം. അതിനാദ്യം മാറേണ്ടത് അച്ഛനമ്മമാർ തന്നെയാണ്, മാതാപിതാക്കന്മാർ തന്നെയാണ്. അവർ തന്നെയാണ് കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത്. അവരുടെ കയ്യിൽ നിന്ന് വരുന്ന പല തെറ്റുകളും ഈ കുഞ്ഞുങ്ങള് അവരുടെ ശരിയായിട്ടെടുക്കുമ്പോൾ അത് അവരുടെ ജീവിതത്തിന് തന്നെ അപകടമായിട്ട് മാറും. ഇന്ന് രാത്രിയിലും ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഞാനും നിങ്ങളും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മൾ ഓരോ ദിനവും തരണം ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഇത് നമ്മുടെ തലമുറ അറിഞ്ഞിരിക്കണം, നമ്മുടെ കുഞ്ഞുങ്ങൾ അറിഞ്ഞിരിക്കണം. അത് നിർബന്ധമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിലും ഇതെല്ലാം നമ്മുടെ മനസ്സിലുണ്ടാകണം. നാളത്തെ ദിവസം ഇന്ന് കേട്ടതുപോലുള്ള ദുഃഖവാർത്തകളൊന്നും കേൾക്കാതിരിക്കട്ടെ. അതിന് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ മനസ്സൊരു നിമിഷം അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കാനല്ല നമ്മൾ നാളത്തെ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്. നാളത്തെ ദിവസം എനിക്കും എൻ്റെ കുടുംബത്തിനും നിങ്ങളുടെ കുടുംബത്തിനും ആയുസ്സും ആരോഗ്യവും അനുഗ്രഹവും ഉണ്ടാകുന്ന രീതിയിലുള്ള വാർത്തകൾ കേൾക്കട്ടെ. മാധ്യമങ്ങളുടെ വാർത്തകളൊക്കെ നമ്മൾക്ക് അനുഗ്രഹമായി മാറട്ടെ. അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇന്ന് രാത്രിയും നിങ്ങൾക്കൊരു ശുഭരാത്രി നേരുകയാണ്.
നാളത്തെ പ്രഭാതം എനിക്ക് നിങ്ങൾക്കും അനുഗ്രഹമായി മാറട്ടെ. നാളത്തെ പ്രഭാതത്തിലെ എല്ലാ കാര്യങ്ങളിലും ഇന്ന് നിങ്ങൾ റീവൈൻഡ് ചെയ്തു കാണും എന്ന് എനിക്കറിയാം. നാളെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നാളത്തെ ദിവസം നിങ്ങൾക്ക് അനുഗ്രഹമായി മാറട്ടെ. ഇന്ന് രാത്രിയും നിങ്ങൾക്ക് അതുകൊണ്ട് ഞാനൊരു ശുഭരാത്രി നേരുക. ഹാവ് എ സ്വീറ്റ് ഡ്രീംസ്. നാളത്തെ പ്രഭാതം നമ്മൾക്ക് വീണ്ടും ഒരുമിച്ച് കാണുന്നവരെ ഒരു ഗുഡ് ബൈ നേരുന്നു. താങ്ക് യു.